രാഹുൽ ഈശ്വർ പറയുന്നു ഞങ്ങളുടെ ഹിന്ദുക്കളുടെ മനസ്സിൽ മുഴുവനും ക്യാൻസറാണ്. അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ക്യാൻസർ ഹിന്ദു സമൂഹത്തിന് മുഴുവനായിട്ടും അടിച്ചേൽപ്പിക്കേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന് ക്യാൻസർ ഉണ്ടെങ്കിൽ ഓക്കെ, ആ ക്യാൻസർ കൊണ്ട് അദ്ദേഹം നടന്നോട്ടെ. അത് ഈ ഹിന്ദുക്കളുടെ മുഴുവനും ക്യാൻസറിന്റെ ഭാഗമാണ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ മനോവൈകല്യത്തിന്റെ പ്രശ്നമാണത്. എനിക്കതിന് ഇവിടെ ഇവിടെ ശ്രീ ഗോപൻ പറഞ്ഞ ചില കാര്യങ്ങൾ ഇവിടെ എല്ലാവരും പറഞ്ഞു. ഈ രാഹുൽ ഈശ്വർ ഇവിടെ ആവർത്തിച്ചു. ഈ കേരള സ്റ്റോറി 1 33,000 സ്ത്രീകളെ അവിടെ അഫ്ഗാനിസ്ഥാനിൽ കൊണ്ടുപോയി സിറിയയെ കൊണ്ടുപോയി മതം മാറ്റുന്നു എന്ന്. ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ഇതിന്ന് മനസ്സിലാവുന്നത് നിങ്ങൾ ആരും ആ സിനിമ കണ്ടിട്ടില്ല. ആ സിനിമയിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. ആ സിനിമ അങ്ങനെ അല്ല പറയുന്നത്. പിന്നെ നിങ്ങൾ പറയുന്നത് അതിന്റെ യൂട്യൂബ് പ്രൊമോഷന്റെ സമയത്ത് ട്രെയിലറിൽ അങ്ങനെ ഒരു ലേഡി പറയുന്നു എന്നാണ്. അതിന്റെ അകത്തും പറയുന്നില്ല കേരളത്തിൽ നിന്നുള്ള എന്നെ പോലുള്ള 30,000-ഓളം ആൾക്കാർ ഇവിടെ ഉണ്ട്, അത് കേരളത്തിൽ നിന്നുള്ളതാണെന്നും പറയുന്നില്ല. അത് ഈ പറഞ്ഞ് ഇങ്ങനെ ആക്കുന്നതാണ്. നിങ്ങൾ ആരും ആ സിനിമ കണ്ടിട്ടില്ല എന്നുള്ള കാര്യം 100% ഉറപ്പ്. പിന്നെ മറ്റൊന്ന്, ഈ സിനിമകൾക്ക് അവാർഡും അല്ലെങ്കിൽ ഇവർക്കൊക്കെ അവാർഡ് കൊടുക്കുന്ന കാര്യം. ഇവിടെ ഇത്തവണ വയലാർ രാമവർമ്മയ്ക്കും ONV ഗ്രൂപ്പിനും ഒക്കെ കിട്ടിയ അവാർഡ് ഇത്തവണ ഇവിടെ കേരളത്തിൽ കൊടുത്തത് ആർക്കാണ്? വേടനാണ് കൊടുത്തത്. അതായത് കുടിച്ച കള്ളമൊന്നും പറയില്ലടാ. അതായത് കേരളത്തിന്റെ അടുത്ത ദേശീയ ഗാനം അദ്ദേഹം എഴുതി കഴിഞ്ഞു. അതാണ് കുടിച്ച കള്ളമൊന്നും പറയില്ലടാ. ഇതെഴുതിയ ആൾക്കാണ് ഇവിടെ കേരളത്തിൽ അവാർഡ് കൊടുത്തിരിക്കുന്നത്. പിന്നെ പൊതുവെ ജനറലി അവാർഡുകൾ, കലാസൃഷ്ടികൾക്ക് അവാർഡ് കൊടുക്കുന്നത് അതിന്റെ കണ്ടന്റിന്റെ സത്യാവസ്ഥ അല്ലെങ്കിൽ ഒരു കലാസൃഷ്ടിയും 100% സത്യസന്ധമല്ല. സത്യസന്ധമായി കഴിഞ്ഞാൽ അത് കലയല്ല, അത് പോലീസ് മഹസറാണത്. അതിൻ്റെ അകത്ത് എക്സാജറേഷൻ ഉണ്ടാകും, കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടാകും, ഡിലീഷനുകളൊക്കെ ഉണ്ടാകും. ഇത് ചേരുമ്പോഴാണ് അതിൻ്റെ അകത്ത് കലാകാരന്റെ ഭാവന, എഴുത്തുകാരന്റെ ഭാവന, ഇതിനൊരു റോളുണ്ട്. ഇതെല്ലാം ചേർന്ന് അത് എത്ര നന്നായി അവതരിപ്പിച്ചിരിക്കുന്നു എന്നതിനനുസരിച്ചാണ് തീരുമാനിച്ചാണ് അവാർഡുകൾ കൊടുക്കുന്നത്, പുരസ്കാരങ്ങൾ കൊടുക്കുന്നത്. പിന്നെ ഇവിടെ പറഞ്ഞല്ലോ മീനമാസത്തിലെ സൂര്യൻ, ഈ സിനിമ ഇവിടെ വന്നു. എന്താണ് സത്യത്തിൽ കയ്യൂർ സമരത്തിന്റെ ബേസ് എന്താണ്? അടിസ്ഥാനം എന്താണ്? അവിടെ ഒരു പോലീസുകാരനെ വെള്ളത്തിൽ എറിഞ്ഞു മുക്കിക്കൊന്നു. അതിന്റെ പേരിൽ 4 കമ്മ്യൂണിസ്റ്റുകാരെ തൂക്കിക്കൊന്നു. ഇതാണ് സംഭവം. 4 കമ്മ്യൂണിസ്റ്റ് ക്രിമിനലുകളെ അന്ന് തൂക്കിക്കൊന്നു. അന്ന് തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ടവരിൽ ഒരാളായിരുന്നു നമ്മുടെ മുൻ മുഖ്യമന്ത്രി EK നായനാർ. പോലീസുകാരനെ വെള്ളത്തിൽ എറിഞ്ഞു കൊന്നതിനാണത്. പക്ഷെ അത് ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നത് എന്താണ്? മഹത്തായ സാമൂഹ്യ വിപ്ലവം എന്നുള്ള പേരിലാണ് ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നത്. മീനമാസത്തിലെ സൂര്യനിൽ അങ്ങനെയാണ് അത് ചിത്രീകരിച്ചിരിക്കുന്നത്. അങ്ങനെ ചിത്രീകരിക്കാനും അങ്ങനെ പ്രചരിപ്പിക്കാനും ലതിൻ രാജേന്ദ്രന്റെ അവകാശമുണ്ട്. ഞാനതിനെ ചോദ്യം ചെയ്യുന്നില്ല. അങ്ങനെ നമ്മൾ ഈ കേരളത്തിലെ തന്നെ ഇവിടെ അതൊക്കെ ഏത് കാലം ഷാബു പ്രസാദ്? ഇപ്പോ ഹാൽ എന്ന് പറഞ്ഞൊരു സിനിമ പുറത്തു വന്നിട്ടുണ്ട്. ഹാൽ എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് ബീഫ് കഴിക്കുന്ന രംഗം ഉൾപ്പെടുത്താൻ പറ്റില്ല എന്ന് കോടതിയിൽ പോയി വാദിച്ചു. കോടതി അംഗീകരിക്കേണ്ടി വന്നു. ഈ കാലത്ത് പറ്റുമോ? ഈ കാലത്ത് നിങ്ങൾക്കല്ലാതെ ആർക്കെങ്കിലും പറ്റുമോ? ഈ കാലത്ത് വെറുപ്പ് പറയാൻ തീരുമാനിച്ചാൽ നിങ്ങൾക്കല്ലാതെ ആർക്കും പറ്റില്ല. നിങ്ങളത് പൂട്ടും. നിങ്ങൾ ഈ സെൻസർ ബോർഡ് എന്ന് പറഞ്ഞ പരിപാടി വെച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്താണ്? ഇവിടെ ജാനകി എന്ന സിനിമയ്ക്ക് പേരിടാൻ പറ്റില്ല, ബീഫ് കഴിക്കുന്ന രംഗം കാണിക്കാൻ പറ്റില്ല, എന്തെല്ലാം തരത്തിലുള്ള നിയന്ത്രണമാണ് പറയാൻ കഴിയുന്ന അതേസമയം നിങ്ങൾക്ക് എന്ത് വെറുപ്പും പറയാം. നിങ്ങളുടെ രാഷ്ട്രീയത്തെ പിന്തുണയ്ക്കുന്ന സിനിമാക്കാർക്ക് എന്ത് വൃത്തികേടും കാണിക്കാം. ബാക്കിയുള്ളവർക്ക് ഒന്നും പറയാൻ പറ്റില്ല. അവിടെ പഴയ ലെനിൻ രാജേന്ദ്രന്റെ അല്ലെങ്കിൽ MT വാസുദേവൻ നായരുടെ കഥ പഴയ കഥയാണ്. അന്ന് നിങ്ങൾക്ക് പിടിയില്ലാതിരുന്ന കാലത്തെ കഥയാണ്. അന്ന് എല്ലാവർക്കും ക്വാളിറ്റേറ്റീവായി എന്തും പറയാമായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നിങ്ങളുടെ വൃത്തികേടുകൾക്ക് മാത്രമേ ഇടയുള്ളൂ, മറ്റുള്ള വിമർശനങ്ങൾക്ക് ഇടയില്ല എന്ന പോയിന്റ് കൂടി അതിനകത്തുണ്ട്.